ബിഗ് ബോസ് ലൈവിൽ അപ്പൊ ചലഞ്ചിങ് ടാസ്ക് ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നു. പവർ ടീമിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ടാസ്ക് ആയിരുന്നു. ഈ കുട്ടിക്കാരും മണികെട്ടും എന്നുള്ളതാണ് ടാസ്കിന്റെ പേര്. പവർ ടീമിലുള്ള 3 മെമ്പേഴ്സ് കുട്ടികളുടെ പ്രായമായിട്ടാണ് ക്യാരക്ടർ ചെയ്യേണ്ടത്. അവരത് കഴിഞ്ഞിട്ട് ബാക്കി 3 ഗ്രൂപ്പ് ഉണ്ടാവും. ആ 3 ഗ്രൂപ്പിലേക്ക് ഓരോരുത്തരും പോകും. ആ ഗ്രൂപ്പായി ഈ പവർ ടീമിനെയാണ് ചലഞ്ച് ചെയ്യേണ്ടത്. ഓരോ ഗ്രൂപ്പിലേക്ക് ഈ കുട്ടികൾ ചെല്ലുമ്പോൾ ഈ കുട്ടികളെ വേണമെങ്കിൽ ലാളിക്കുന്ന പേരൻസ് ആയിട്ട് അവർക്ക് നോക്കാം, അല്ലെങ്കിൽ കർക്കശക്കാരനായിട്ടുള്ള പേരൻസ് ആയിട്ട് ഇവർക്ക് മാറാം. അത് ഗ്രൂപ്പിലുള്ളവരുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാവുന്നതാണ്. ലാസ്റ്റ് ആരാണ് ജയിച്ചതെന്ന് പറയുന്നത് പക്ഷെ പവർ റൂം ആയിരിക്കും. പവർ റൂമിലുള്ള ഡിസ്കസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇവിടെ സിജോയുടെ ടീമിലേക്ക് വരുന്നത് ശ്രീരേഖയാണ് കുട്ടിയായിട്ട്. ഓക്കിയുടെ ടീമിലേക്ക് അപ്പൊ വരുന്നത് ജാസ്മിൻ ആണ്. യമുനയാണ് ജിൻഡോയുടെ ടീമിലേക്ക് വരുന്നത് കുട്ടിയായിട്ട്. ഈ വരുന്ന കുട്ടി വളരെയധികം ഇറിറ്റേറ്റ് ചെയ്താൽ പോലും ഇവർ നന്നായിട്ട് അതിനെ കെയർ ചെയ്ത് നോക്കണം. എന്നാൽ മാത്രമാണ് ഇവർക്ക് പവർ ടീമിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പൊ ആ രീതിയിലാണ് സിജോ ഒക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ ശ്രീരേഖ വരികയും ശ്രീരേഖ വളരെയധികം ഇറിറ്റേഷനൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും ഇവർ നന്നായിട്ട് തന്നെ ശ്രീരേഖനെ കെയർ ചെയ്യും. ജാസ്മിൻ അത് കഴിഞ്ഞിട്ട് റോക്കിയുടെ ടീമിലേക്ക് ചെല്ലുമ്പോൾ ശരിക്കും പറഞ്ഞാൽ റോക്കിയുടെ ടീമിലുള്ളവർ ജാസ്മിനെ പേടിപ്പിക്കുന്ന പോലെയൊക്കെയാണ് നോക്കുന്നത്. അവർ കർക്കശക്കാരായിട്ടുള്ള ആളുകൾ എന്നുള്ള രീതിയിലാണ് അവർ പെരുമാറിയത്. ജിൻഡോയുടെ ടീമിലേക്ക് യമുനയെ കുഴപ്പമില്ലാത്ത പോലെ തന്നെയാണ് നോക്കിയത്. ശ്രീരേഖ കുട്ടിയായിട്ട് എന്നിട്ടുണ്ടായിരുന്ന സിജോയുടെ ടീമാണ് അത് കഴിഞ്ഞിട്ട് ഇതിൽ വിൻ ചെയ്തത്. ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഈ പവർ ടീമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നിയത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു രസമായിട്ട് തന്നെ തോന്നുന്നില്ല. നല്ലൊരു വീക്ക്ലി ടാസ്ക് ഒക്കെ ഇന്ന് തുടങ്ങുവാണെങ്കിൽ തന്നെ ഗെയിം കുറച്ചുകൂടി അടിപൊളിയായി തോന്നുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകളൊക്കെ ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.